ഇന്ന് ഐശുക്കുട്ടിയുടെ കാതുകുത്ത് കല്യാണം നടത്താമെന്ന് വിചാരിച്ചു. ഇങ്ങനെയൊന്നല്ല ഞാൻ വിചാരിച്ചിരുന്ന സെറ്റപ്പ്. കുറച്ചുകൂടി നല്ല ഭംഗിയിലായിരുന്നു. പക്ഷെ പെട്ടെന്നുണ്ടായ തീരുമാനമായ കാരണം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇറങ്ങേണ്ടി വന്നു. കൂട്ടത്തിൽ പോകുന്ന വഴിക്ക് എൻ്റെ വള ഒരെണ്ണം പൊട്ടിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൈ ഒഴിഞ്ഞ് കിടക്കാൻ തുടങ്ങിയിട്ട് 2-3 ദിവസമായി. അപ്പോൾ വളയും മേടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞാനും ഉമ്മ, വെല്ലിക്ക, താത്ത, പിള്ളേർ ഇങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. തൃശ്ശൂർ എലിസ്റ്റ ഗോൾഡൻ ഡയമണ്ട്സിലേക്കാണ് നമ്മളിന്ന് സ്വർണ്ണം എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയാണ്. ഇപ്പം ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് 150 രൂപ അങ്ങോട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ കമ്മലെടുക്കേണ്ട ആൾ ഉറങ്ങി. കമ്മലൊക്കെ എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് സ്റ്റഡ് അടിക്കാനായിട്ട്. പക്ഷെ അവരൊക്കെ ഉറങ്ങിയ കാരണം ഫസ്റ്റ് തന്നെ എൻ്റെ കാര്യത്തിലേക്കാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് താലിമാല കൂടാണ്ട് ഒരു ചെറിയൊരു ചെയിൻ എടുക്കണം ഉമ്മാക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതന്നെ ആദ്യം നോക്കി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഇതിൽ അത്യാവശ്യം നല്ലൊരു ഭംഗിയുള്ളൊരു ചെയിൻ തന്നെ എടുത്തു. രണ്ടാമത് ഉമ്മ വള എടുക്കാമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആ പൊട്ടിയ വള മാറ്റിയിട്ട് നല്ലൊരു കമ്പി വള എടുത്തു. എനിക്കിഷ്ടം കയറുപിരി പോലത്തെ ഒരു വളയായിരുന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞു മാലയ്ക്കൊരു ലോക്കറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ പൊന്നിക്കാടെ പേരിൻ്റെ ഫസ്റ്റ് ലെറ്ററാണ് ഞാൻ എടുത്തു. അപ്പം എൻ്റെ ബാബി കുറേ കളിയാക്കുന്നുണ്ടായിരുന്നു. കണ്ണാപ്പിയാണ് നീ കണ്ണാപ്പിയാണെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഇക്കാനെ എനിക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ. അങ്ങനെ ജയുടെ ഒരു ലോക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ലവിൻ്റെ ഉള്ളിൽ, ഹാർട്ടിൻ്റെ ഉള്ളിൽ ജെ. അതിനുശേഷം പിന്നെ ഞങ്ങൾ എടുത്തത് കമ്മലായിരുന്നു. എനിക്ക് കമ്മൽ മാറ്റണം എന്നുണ്ടായിരുന്നു. ഞാൻ ജിമിക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്കിഷ്ടമല്ലാന്ന്. അപ്പോൾ ജിമിക്ക് വെറുതെ അലമാരിൽ ഇരിക്കുകയാണ്. അപ്പോൾ അത് മാറ്റി ഒരു സ്റ്റഡ് ഇത്തിരി വലുതെടുക്കിയിട്ടെടുത്തു. അങ്ങനെ എൻ്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ സ്റ്റഡൊക്കെ നോക്കി ആസ്വദിച്ച് പിന്നെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കിഷ്ടമായി. അങ്ങനെ പിള്ളേരുടെ കമ്മലും എടുത്തു. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള 2 സ്റ്റഡാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനത്തെയൊക്കെ കമ്മൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഇടാനും താല്പര്യം ഇങ്ങനത്തെയൊക്കെ തന്നെ. അപ്പോൾ അവൻ്റെ ഇസ്ലുവിന് മാത്രം ഒന്നും എടുത്തില്ല. പക്ഷേ ഇസ്ലുവിനെ ഞങ്ങൾ എടുക്കുകയല്ല, പണിയിപ്പിക്കുകയും ചെയ്യുന്നത് തട്ടാമാരുടെ കയ്യിൽ നല്ല പ്യുവറായിട്ടുള്ളത്. അങ്ങനെ പിന്നെ താഴേക്ക് ഇറങ്ങിയപ്പോൾ എനിക്ക് ഒരു അരപ്പ അവൻ്റെ കൈച്ചേന എൻ്റെ കയ്യിലുള്ളൂ. അത് പണ്ട് ജോലിക്കൊക്കെ പോകുമ്പോൾ ഇട്ടാറുണ്ടായിരുന്നു. അപ്പോൾ കൈച്ചേനും അങ്ങോട്ട് മാറ്റി ഇത്തിരിയും കൂടി കൂട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഉമ്മയുടെ ഒരു ഇതാണ് കേട്ടോ. ഉമ്മയാണ് കൂടുതൽ ഈ കാര്യങ്ങൾക്കൊക്കെ എൻ്റെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് സന്തോഷമാണ് അതൊക്കെ. എന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ പോലെയൊക്കെ പെരുമാറുന്ന ഒരു ഉമ്മാനെ കിട്ടിയതിൽ ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഇക്കാനേക്കാളും ശ്രദ്ധയാണ് ചില നേരത്തൊക്കെ ഉമ്മാക്ക് എൻ്റെ കാര്യത്തിൽ. അങ്ങനെ ഒരു അമ്മായിമ്മ പോരൊന്നുമില്ല. സോ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒക്കെ കുടുംബക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ കാതുകുത്ത് കഴിഞ്ഞു. അതിനുള്ള കരച്ചിലാണ് ഈ കാണുന്നത്. 10 മിനിറ്റ് നേരത്തെ കരച്ചിലേ ഉണ്ടായിരുന്നുള്ളൂ. കരച്ചിലൊക്കെ മാറി പിന്നെ ഞങ്ങൾ സന്തോഷമായിട്ട് പിരിഞ്ഞു. അവിടുന്ന് ഫുഡിൻ്റെ കാര്യം മറന്നു. അതും